മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധി സിപിഐഎമ്മിനും സർക്കാരിനും ഒരുപോലെ ആശ്വാസമാണ്. മഴവിൽ സഖ്യത്തിന്റെ ഒരാരോപണം കൂടി തകർന്ന് തരിപ്പണമായെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. ഹൈക്കോടതി ഉത്തരവ് യുഡിഎഫിന് തിരിച്ചടിയല്ലെന്നും ലാവ്ലിൻ കേസിന് സമാനമായ അനിശ്ചിതത്വം ഇതിലുമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL സേവനമൊന്നും നൽകാതെ 1.72 കോടി രൂപ കൈമാറിയെന്ന ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ സർക്കാരിനെയും CPIഎമ്മിനെയും പിടിച്ചുകുലുക്കിയ വിവാദമാണ്. ഈ വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതി ഉത്തരവ് അതുകൊണ്ട് തന്നെ സർക്കാരിനും CPIഎമ്മിനും ഏറെ ആശ്വാസം പകരുന്നു. പ്രത്യേകിച്ചും 2026 നിയമസ്വാതന്ത്ര്യം മുന്നിൽ കണ്ട് സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഹൈക്കോടതി ഉത്തരവ് CPIഎമ്മിന്റെയും സർക്കാരിന്റെയും പ്രചരണത്തിന് ശക്തി പകരും. രാഷ്ട്രീയപ്രേരിതമായ ആരോപണത്തിലേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്നാണ് CPIഎമ്മിന്റെ ആദ്യ പ്രതികരണം. കുഴൽനാടൻ്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണം കൂടി തകർന്ന് തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിജിലൻസ് അന്വേഷണ ആവശ്യം ഹൈക്കോടതി തള്ളിയത് UDFന് തിരിച്ചടിയാണ്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അനാവശ്യ ആരോപണം ഉന്നയിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാകും CPIഎമ്മിൽ നിന്ന് നേരിടേണ്ടി വരിക. എന്നാൽ ഹർജി രാഷ്ട്രീയപ്രേരിതമാണെന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം ഹൈക്കോടതി റദ്ദാക്കിയത് UDFന് ആശ്വാസകരമാണ്. എന്തായാലും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ്. വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്റ്റാണോ PC ആക്റ്റാണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസപ്പടി കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 24 തിരുവനന്തപുരം.